ഹലോ അസ്സലാമു അലൈക്കും റംദാൻ മുബാറക്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട്? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും? അപ്പോഴേ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെങ്ങനെ നമുക്ക് കുറച്ച് കാലം സ്റ്റോർ ചെയ്യാമെന്നുള്ളതും അതുപോലെ പൊട്ടാതെ എങ്ങനെ നല്ല രീതിക്ക് നല്ലൊരു അടിപൊളി കട്ട്ലേറ്റ് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ബീഫ് വേവിക്കുന്നതിൽ നമ്മൾ ചേർക്കേണ്ടത്, ഞാനിവിടെ 900 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ഒരു 1.5 കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 എണ്ണമൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 3/4 കിലോ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും അങ്ങനെയൊക്കെ എടുക്കാം. ഇനി ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിത് ആവി കയറ്റാനായിട്ട് പോവുകയാണ്. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ആവിക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കി നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. അടുത്തായിട്ട് ഇതെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി നന്നാക്കണം, അതുപോലെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാനിപ്പോൾ 4 എണ്ണമാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല, പക്ഷേ അളവുകളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് ഡേറ്റ് കഴിയുന്ന ബ്രെഡ് ആയതാണ്, 8 പീസ് ബ്രെഡ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിൻ്റെ അരിയൊന്നും കളയുന്നില്ല കേട്ടോ, അതേപോലെ തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കുറച്ച് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത് വറുത്തിട്ട് റെഡിയാക്കി വെക്കണം. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മുക്കിയിട്ട് പൊരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ആ സമയം വരെ ആകുമ്പോൾ നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് നമ്മുടെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതപ്പോൾ ഈ ഒരു കളറൊക്കെ വരും, നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. ഒരുപാട് വെച്ച പിന്നെ കരിഞ്ഞു പോകട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു കളറൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചട്ടിയിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും അത് മുരിഞ്ഞിട്ട് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും പാനിൽ നിന്ന് മാറ്റണം. ഇനി ഇതാ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വേവണം, എന്നാലേ ഉടയ്ക്കുമ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പം നമുക്കിനി ബീഫ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മസാലയിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഒന്ന് മിക്സിയിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ചമ്മന്തി പോലെ ആവുന്നു വേണ്ട, നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ട് ഉള്ളിയിലേക്ക് ഈ പൊടിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബീഫ് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ, കാരണം നമ്മുടെ മസാലക്ക് അതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും പച്ചമുളകാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെന്ത ഉരുളൻകിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട്
അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫോർക്ക് കൊണ്ട് നമുക്ക് ആവും കേട്ടോ. പിന്നെ മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ, അപ്പോൾ ആ കൂടി ഒരു മാതിരിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ വല്ല സ്പൂൺ കൊണ്ടോ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു ഇറച്ചിയിലേക്ക് ഇട്ടിട്ട് വീണ്ടും വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കത്തിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ആ ഒരു ചൂടുണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് തണുത്തതിന് ശേഷം നമുക്കതിങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് മാറ്റാം. ഇനി നമ്മുടെ കട്ട്ലേറ്റിൽ അഥവാ കുറച്ച് ലൂസായി പോവുക, നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. നമുക്കിങ്ങനെ ബോളാക്കി എടുക്കുമ്പോൾ അതിങ്ങനെ ആ ഷേപ്പ് കിട്ടണം, അതുവരെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതേപോലെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിത് ബോൾ ചെയ്തിട്ട് നമ്മുടെ ആ ഷേപ്പുകളൊക്കെ ആക്കി എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ നോവൽ ഷേപ്പും പിന്നെ റോളിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് സ്റ്റോർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നത് നോമ്പിൻ്റെ അന്നായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ച് ഒരാഴ്ച മുന്നെയാണ് കേട്ടോ, നോമ്പിൻ്റെ ഒക്കെ ഒരാഴ്ച മുന്നെയാണ് ഞാനിത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഹാർഡായിട്ട് കിട്ടും. അങ്ങനെ ആക്കിയിട്ട് വേണം പിന്നെ നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഈ ഒരു കട്ട്ലേറ്റിൻ്റെ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ. ഇങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങളുടെ കട്ട്ലേറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു മാവ് കോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള, അപ്പോൾ മൈദപ്പൊടിയും പിന്നെ കോഴിമുട്ടയും റെഡിയാക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ കോഴിമുട്ട എടുക്കുമ്പോൾ മഞ്ഞ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ മഞ്ഞ ഒരിക്കലും ഇടാതിരിക്കാൻ കേട്ടോ നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഈ ഒരു മഞ്ഞ എണ്ണയിലിട്ടിട്ട് അതിൻ്റെ എണ്ണ അങ്ങനെ വൃത്തികേടാവും. പിന്നെ എണ്ണ നന്നായിട്ട് കുടിക്കും, ചിലപ്പോൾ ഇത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞ എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ആദ്യം മൈദപ്പൊടിയിൽ മുക്കുക, എന്നിട്ട് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലും അതൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് എല്ലാം അങ്ങനെ റെഡിയാക്കിയിട്ട് വീണ്ടും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊരിക്കാൻ. ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് കൊണ്ടിട്ട് എണ്ണയിലേക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ വീണിട്ട് കോട്ടിങ്ങൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നനെ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഫ്രീസറിലോ ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു അരമണിക്കൂറോളം വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ പിന്നീട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം കോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അരമണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ഈ ബോക്സിലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ഒന്നിനോടൊന്ന് ടച്ച് ചെയ്യാൻ പാടില്ല. അതായത് പിന്നെ നമ്മൾ ആദ്യം അടിയിലൊരു ലെയർ വെക്കാറുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ, ന്യൂസ് പേപ്പർ വെക്കരുത് കേട്ടോ. കാരണം അത് നനഞ്ഞിട്ട് പിന്നെ അതാകെ പ്രശ്നമാവും. അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും മുകളിലും ഇതേപോലെ പേപ്പർ വെക്കണം. ഇതിൻ്റെ മൂടി ഈ ഒരു കട്ട്ലേറ്റുമായി ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനത് നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നാമത്തെ നോമ്പിൻ്റെ അന്നാണ് ഞാനത് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അന്നത്തേക്ക് വേണ്ടി പൊരിക്കാനായിട്ട് മുന്നേ ഞാനിതിലേക്ക് വേണ്ടി ഡിപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 6 പാക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വീറ്റ് ചില്ലി സോസാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ കുറച്ച് തേനും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് കുത്തിയതും ഒരു വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിയില്ല, അതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് 1 ടേബിൾ സ്പൂൺ ചീസാണ്. നമ്മൾ സാധാരണ ബ്രെഡിലൊക്കെ തേക്കുന്ന ചീസ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് ഉണക്കമുളക് കുത്തിയിട്ട് കൊടുക്കുന്നു കേട്ടോ. എനിക്ക് എരിവ് നന്നായിട്ട് വേണം. അപ്പോൾ ആ ഒരു സോസിന് കുറച്ച് മധുരം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ അങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും അതിലെന്തോ കുറച്ചൊന്ന് കുറവ് തോന്നി നോക്കുമ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ പാലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉണക്കമുളക് കുത്തിയതും കൂടി ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിലേക്ക് പിന്നെ പാലോ ഉണക്കമുളകോ ചീസോ എന്താ നിങ്ങളുടെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ ടേസ്റ്റ് വരുമല്ലോ, അതുവരെ നമുക്കിങ്ങനെ
മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സോസാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്രീസറിൽ നിന്ന് ഞാൻ 2 മണിക്കൂർ മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ പൊരിക്കുന്നതിന് 2 മണിക്കൂർ എടുത്തു വെച്ചാലേ നന്നായിട്ട് അതിൻ്റെ ഐസൊക്കെ പോയിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല ഐസോട് കൂടിയിട്ട് നമ്മൾ പൊരിക്കാൻ കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ നന്നായിട്ട് ഐസ് പോയിട്ടാണ് ഞാനിത് പൊരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ നോമ്പിന് ഇതേപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടെടുത്ത് പൊരിക്കുമ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ഈ പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയത്. അതാണ് ഞങ്ങളോട് പറഞ്ഞു തന്ന കാര്യം, മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഫ്രീസറിലൊക്കെ വെച്ചിട്ട് സെറ്റാക്കുക നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ആണ് ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും അപാകതകളൊക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ ഇപ്പോൾ കറക്റ്റ് പക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എണ്ണയിലൊന്നും പൊട്ടിപ്പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി കട്ട്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പിയും ഈ ഒരു മെത്തേഡും എന്തായാലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്കുള്ള കട്ട്ലേറ്റ് റെഡിയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിപ്പ് നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ എന്നെ അറിയിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പിയും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.